ഒരൊറ്റ ചോദ്യം പഠിച്ചെടുക്കാം. log xന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വന്നാൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാം. log xന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വന്നാൽ നിങ്ങൾ log xനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് 1 യൂണിറ്റ് എന്ന് നമ്മൾ പറയാം. യൂണിറ്റിയെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യാം. എങ്ങനെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ്? ഫസ്റ്റ് ഇൻറ്റു ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ ആണ്. ഫസ്റ്റ് ഇൻറ്റു log x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതായത് 1ന്റെ ഇന്റഗ്രൽ, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അതായത് log xന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. എന്നിട്ട് ഇതിനെ മൊത്തം ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ വരും എന്താ നോക്ക്. log xന് ഇന്റഗ്രേറ്റ് log x അങ്ങനെ തന്നെ എഴുതുക. 1ന് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് log x എന്ന് പറഞ്ഞാൽ എന്താ 1/x. 1ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ എക്സ്, ശരിയല്ലേ? ഇനിതാ ഇവിടെ ഒരു dx കൂടി ഉണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനിതാ ഈ എക്സും വെട്ടിക്കൂടെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കിക്കോ, സിമ്പിളാ, ആൻസർ കഴിഞ്ഞു. എക്സ് log x മൈനസ് അവിടെ ഇന്റഗ്രൽ 1 dx മാത്രമേ ഉള്ളൂ. ഇന്റഗ്രൽ 1 എന്താ, 1ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ എക്സ്. അപ്പൊ എക്സ് log x മൈനസ് എക്സ്, അവസാനം ഒരു പ്ലസ് സി കൂടി ഇട്ട് കൊടുക്കാം. ഇതാണ് log xന്റെ ആൻസർ. അപ്പൊ ഇത് പാർട്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. log x വന്നിട്ടുണ്ടെങ്കിൽ 1 യൂണിറ്റ് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ചെയ്യും. അപ്പൊ പഠിക്കണം കേട്ടോ. ബൈ.